BJPയുടെ പ്രകടന പത്രിക മറച്ചു നോക്കായിരുന്നു. ദേ കിടക്കണം നമ്മുടെ വാട്ടർ മെട്രോ. 100% കേരള സർക്കാർ മുതൽ മുടക്കിയ കേരളത്തിന്റെ അഭിമാനമായ വാട്ടർ മെട്രോ പദ്ധതിക്ക് തുരങ്കം വെച്ചതാണ് കേന്ദ്ര സർക്കാരിന്റെ ഏക സംഭാവന. എന്നിട്ട് ഒരു നാണവും ഇല്ലാതെ അതും അവരുടെ അക്കൗണ്ടിൽ കയറ്റാനാണ് ശ്രമം. We will expand water metro services across all feasible regions. ഇതാണ് പ്രകടന പത്രികയിലെ വാചകങ്ങൾ. കേട്ടാ തോന്നും ഇന്ത്യയിൽ വേറെയും വാട്ടർ മെട്രോകൾ ഉണ്ടെന്ന്. ഇന്ത്യൻ നഗരങ്ങളിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ് കൊച്ചിയിലേത്. പിന്നെ അയോധ്യയിൽ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ഉണ്ടാക്കി. കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉണ്ടാക്കിയ ബോട്ടുകൾ രാഖി രാമാനം കടത്തിക്കൊണ്ടുപോയാണ് ഈ സെറ്റപ്പ് പോലും ഉണ്ടാക്കിയത്. കേരളം രാജ്യത്തിന് സമ്മാനിച്ച കൊച്ചി വാട്ടർ മെട്രോ എന്ന നമ്മുടെ അഭിമാന പദ്ധതി ഈ ഏപ്രിൽ 25-ന് 1 വയസ്സ് പിന്നിടുകയാണ്. കൊച്ചിയിലെ ഗതാഗതത്തെ കൂടുതൽ സുഗമമാക്കിയ വാട്ടർ മെട്രോയിൽ ഇതുവരെ യാത്ര ചെയ്തത് 18 ലക്ഷം പേരാണ്. കൊച്ചിയുടെയും കേരളത്തിന്റെ ആകെയും ടൂറിസം കുതിപ്പിന് പദ്ധതി വഴിയൊരുക്കി. കൊച്ചിയുടെ മാതൃകയിൽ 40ഓളം നഗരങ്ങൾ വാട്ടർ മെട്രോ നടപ്പിലാക്കാൻ സാധ്യത തേടുന്നു എന്നാണ് വാർത്തകൾ. മോദി സൊമാലിയ എന്ന് വിളിച്ചൊരു സംസ്ഥാനം വേണ്ടി വന്നു രാജ്യത്തിന് വഴികാട്ടാൻ. എന്നിട്ട് 8 മമ്മൂഞ്ഞിനെ പോലെ വാട്ടർ മെട്രോയുടെയും പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ് മോദിയും കൂട്ടരും. ഉളുപ്പ് വേണം മോദിജി, ലേശ ഉളുപ്പ്. എന്തായാലും കേരളം രാജ്യത്തിന് മാതൃകാവുന്നതിൽ നമുക്ക് അഭിമാനിക്കാം.